കേരളം ഇന്ന് ഗൗരവവും ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നം വീണ്ടും ഉണ്ടായ വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. വയനാട് മേപ്പാടിയിലെ കള്ളാടിയിൽ തുരങ്കപാത നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ മേലെ മണ്ണിടിച്ചിലുണ്ടായി മരിച്ച തൊഴിലാളികൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. സർക്കാർ സംവിധാനങ്ങളുടെയും ദുരന്ത നിവാരണ വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ പരമാവധി വേഗതയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് സഹായിക്കത്തക്ക രീതിയിൽ മുഴുവൻ പാർട്ടി പ്രവർത്തകരും പൊതുജനങ്ങളും രംഗത്തിറങ്ങണമെന്ന് ഇന്നലെ തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയതാണ്. മണ്ണിൽ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കാൻ എല്ലാ സംവിധാനങ്ങളും കൂടുതൽ ശക്തിയോടെ ഇടപെടണം. ദുരന്തത്തിൽ പരിക്കേറ്റവർക്ക് അടിയന്തരമായ വിദഗ്ധ ചികിത്സ നൽകണം. മരണപ്പെട്ടവരുടെ കുടുംബത്തിനും പരിക്കേറ്റവർക്കും അടിയന്തര ധനസഹായവും ഉറപ്പാക്കണം എന്നാണ് സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ വിഷയത്തെ രാഷ്ട്രീയ ആക്രമണത്തിന് ഉപയോഗിക്കാൻ UDF നേതാക്കളും മന്ത്രിമാരും ചില മാധ്യമങ്ങളും വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഈ വിഷയത്തിൽ രാഷ്ട്രീയമായ പ്രശ്നമെന്ന രീതിയിലല്ല ഇതിനെ കാണേണ്ടത്. പരമാവധി രക്ഷാപ്രവർത്തനം യോജിപ്പിച്ച് വളരെ വേഗം പൂർത്തിയാക്കാൻ സാധിക്കണം എന്നതാണ് ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ ശ്രദ്ധ ഉണ്ടാവേണ്ട കാര്യം. ഇന്ന് വൈകുന്നേരം പ്രതിപക്ഷ നേതാവും ഞങ്ങളെല്ലാം വയനാട്ടിലേക്ക് പോവുകയാണ്. രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ ഗവൺമെൻറ് സംവിധാനം, അതുപോലെ ജനകീയമായ ഇടപെടൽ ഉൾപ്പെടെ നല്ല നിലയിൽ ഇപ്പോൾ വയനാട് മണ്ണിടിച്ചിൽ പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. കുറേയും കൂടി ഏകോപിപ്പിച്ച് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി സാധിക്കണം എന്നാണ് സംബന്ധിച്ച് പറയാനുള്ളത്.